നമസ്കാരം. ദേശീയ തലത്തിൽ കോലാഹലം സൃഷ്ടിച്ച നീറ്റ് പ്രവേശന പരീക്ഷ അട്ടിമറികളും ചോദ്യപേപ്പർ ചോർച്ചയും രാജ്യത്തെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെയും വിദ്യാർത്ഥികളുടെയും ഭാവിയിലാണ് വലിയ അനിശ്ചിതത്വം സൃഷ്ടിച്ചിരിക്കുന്നത്. രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയിലെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ജന്തർ മന്ദറിൽ ഉയർന്നു വന്ന ശക്തമായ പ്രക്ഷോഭങ്ങൾ ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ അടിത്തറ ഇളക്കുന്ന കാഴ്ചയ്ക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. സ്വന്തം ഭാവി സംരക്ഷിക്കുന്നതിനും വിദ്യാഭ്യാസ മേഖലയിലെ സുതാര്യതയൊക്കെ തന്നെ ഉറപ്പാക്കുന്നതിനുമായി തെരുവിലിറങ്ങിയ യുവജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് പകരം പോലീസിന്റെ ക്രൂരമായിട്ടുള്ള അടിച്ചമർത്തൽ മുറകളാണ് അധികാരികൾ പുറത്തെടുത്തത്. സമാധാനപരമായിട്ടുള്ള രീതിയിൽ ഒത്തുകൂടിയ വിദ്യാർത്ഥി സമൂഹത്തിന് നേരെ ഉണ്ടായ ഈ ക്രമസമാധാന സേനയുടെയൊക്കെ തന്നെ അനാവശ്യമായിട്ടുള്ള ബലപ്രയോഗം ജനങ്ങൾക്കിടയിൽ തന്നെ വലിയ രീതിയിൽ വ്യാപക പ്രതിഷേധത്തിന് വഴിവെച്ചു. രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്ന ഈ സമരജ്വാല കേവലം ഒരു താൽക്കാലിക ക്രമസമാധാന പ്രശ്നം മാത്രമായി ലഘൂകരിച്ച് കാണിക്കാനുള്ള ഭരണകൂട ശ്രമങ്ങളൊക്കെ എട്ടുനിലയിൽ പൊട്ടുന്ന അവസ്ഥയിലേക്കാണ് പിന്നീട് കാര്യങ്ങളൊക്കെ തന്നെ നീങ്ങിയത്. സമരക്കാർക്ക് നേരെ നടന്ന അമിത പോലീസ് നടപടികൾ ഇപ്പോൾ രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിൻ്റെയൊക്കെ തന്നെ കർശനമായിട്ടുള്ള നിരീക്ഷണത്തിന് വിധേയമായിരിക്കുകയാണ്. ഡൽഹി പോലീസും ക്രമസമാധാന പാലനത്തിനായിട്ട് നിയോഗിക്കപ്പെട്ട പ്രത്യേക സേനകളും ജന്തർ മന്ദറിൽ നടപ്പിലാക്കിയ നരനായാട്ടിൻ്റെ വിവരങ്ങൾ സുപ്രീം കോടതിക്ക് മുന്നിൽ കൃത്യമായി ബോധിപ്പിക്കേണ്ട ഗതികേടിലാണ് ഇപ്പോൾ അധികാരികൾ. പ്രക്ഷോഭകരെയൊക്കെ തന്നെ നേരിടാൻ ഉപയോഗിച്ച പെല്ലറ്റുകൾ, അതുപോലെ തന്നെ കണ്ണീർവാതക ഷെല്ലുകൾ എന്നിവയുടെയൊക്കെ തന്നെ വിശദമായിട്ടുള്ള കണക്കുകൾ ഹാജരാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഭാവിയിൽ ഇത്തരം ജനകീയ പ്രക്ഷോഭങ്ങളെ നേരിടുമ്പോൾ പോലീസിന്റെ നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തുന്ന വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങൾ വേണമെന്ന ഹർജികളിലെ വാദം കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയാണ്. കേരളമടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന്റെ കടുപ്പമേറിയ പോലീസ് നടപടികൾക്കെതിരെ വസ്തുതാപരമായ വിവരങ്ങൾ ഉന്നത നീതിപീഠത്തിന് കൈമാറിയത് കേസിന്റെ ഗതി മാറ്റിമറിച്ചു. ഒരു വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര അന്വേഷണ സംഘത്തെ SITയെ നിയമിക്കാനുള്ള നീക്കങ്ങളൊക്കെ തന്നെ നടന്നാൽ അത് പരീക്ഷാ ക്രമക്കേടുകൾ മൂടിവെക്കാൻ ശ്രമിച്ചവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ആഘാതമായിരിക്കും. ഒരു വശത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ തന്നെ നിർണായകമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ തണുത്ത മറുപടികളുമായി ഉത്തരം മുട്ടുമ്പോഴും മറുവശത്ത് ഭയത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ച് വിയോജിപ്പിൻ്റെ ശബ്ദങ്ങളെ എന്നേക്കുമായി ഇല്ലാതാക്കാനാണ് ഡൽഹി പോലീസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നീക്കങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. സമരരംഗത്ത് സജീവമായിരുന്നവരും പ്രക്ഷോഭത്തിൻ്റെ ദൃശ്യങ്ങൾ തത്സമയം സാധാരണക്കാരിലേക്ക് എത്തിച്ചതുമായ 100-ലധികം സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും കോണ്ടന്റ് ക്രിയേറ്റർമാരും ഇപ്പോൾ പോലീസിൻ്റെ ശക്തമായ ഡിജിറ്റൽ സർവൈലൻസിൻ്റെ കീഴിലാണ്. വ്യാജ കേസുകളിൽ കുടുക്കി ഇത്തരം സ്വതന്ത്ര ശബ്ദങ്ങളെ വേട്ടയാടാനാണ് നീക്കം നടക്കുന്നത്. കൂടാതെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസികളെയും സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരെയും ഭീഷണിപ്പെടുത്തി സത്യം വിളിച്ചു പറയുന്ന മാധ്യമ ഇടങ്ങളെ നിശബ്ദമാക്കാമെന്നത് അധികാരികളുടെ വെറും വ്യാമോഹം മാത്രമാണെന്ന് സാങ്കേതികവിദ്യയുടെ ഈ കാലഘട്ടത്തിൽ വ്യക്തമാണ്. പ്രതിഷേധ കൊടുങ്കാറ്റ് ഭയന്ന് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഉന്നതർക്ക് പോലും രാജിവെച്ച് പുറത്തു പോകേണ്ട സാഹചര്യമുണ്ടായത് ഭരണകൂടത്തിൻ്റെ പ്രതിരോധത്തിലായ അവസ്ഥ വെളിപ്പെടുത്തുന്നു. ഇതിനെ തുടർന്ന് ഇമേജ് വീണ്ടെടുക്കുന്നതിനായിട്ട് പുതിയ തന്ത്രങ്ങളുമായി രംഗത്തിറങ്ങാൻ നിർബന്ധിതരായിരിക്കുകയാണ് ഇപ്പോൾ ഭരണാധികാരികൾ. വിദ്യാർത്ഥികളോട് ക്ഷമ ചോദിക്കുന്നുവെന്ന മട്ടിൽ രാജ്യത്തെ പ്രമുഖ നേതാക്കൾ തന്നെ നേരിട്ട് സോഷ്യൽ മീഡിയ വഴി സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത് തിരിച്ചടി ഭയന്നുള്ള രാഷ്ട്രീയ നാടകമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ജനങ്ങളുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ പ്രക്ഷോഭകരെ വഴിതെറ്റിയവർ എന്ന് മുദ്രകുത്താനും അതുവഴി സഹതാപതരംഗം സൃഷ്ടിച്ച് അധികാരം നിലനിർത്താനും ശ്രമിക്കുന്ന നിലപാടുകൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഭരണകൂടത്തിൻ്റെ കൈവശമുള്ള സർവ്വ അധികാരങ്ങളും ഡിജിറ്റൽ നിരീക്ഷണ സംവിധാനങ്ങളും ഉപയോഗിച്ച് ചോദ്യപേപ്പർ ചോർച്ചയും പോലീസ് അതിക്രമങ്ങളും മറച്ചുവെക്കാമെന്ന ചിന്ത അത്ര എളുപ്പത്തിൽ വിജയിക്കില്ല. സ്വതന്ത്രമായിട്ടുള്ള മാധ്യമ പ്രവർത്തനത്തെയും അതോടൊപ്പം തന്നെ യുവജനങ്ങളുടെ അവകാശങ്ങളെയും തോക്കിൻ മുനയിലും ലാത്തി ചാർജിലും ഒതുക്കാമെന്ന് കരുതുന്നവർക്ക് സുപ്രീം കോടതിയിൽ നിന്നുള്ള മുന്നറിയിപ്പുകൾ വലിയ പ്രഹരമായിരിക്കും. കേസിൽ വരും ദിവസങ്ങളിൽ പുറത്തു വരാനിരിക്കുന്ന ഇടക്കാല ഉത്തരവുകളും നിരീക്ഷണങ്ങളും തീർച്ചയായിട്ടും ഭരണാധികാരികളുടെ ഉറക്കം കെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജനാധിപത്യ രാജ്യത്ത് അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്നവരെ വേട്ടയാടാൻ നോക്കിയാൽ അതിന് നിയമത്തിന് മുന്നിലും ജനകീയ കോടതിക്ക് മുന്നിലും കൃത്യമായ മറുപടി പറയേണ്ടി വരുമെന്നാണ് നിലവിലെ സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അന്തിമമായിട്ട് ഈ സമരം രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വലിയൊരു പൊളിച്ചെഴുത്തിന് വഴിവെക്കുമെന്നാണ് കരുതപ്പെടുന്നത്. സുതാര്യമല്ലാത്ത പരീക്ഷാ രീതികളും അഴിമതിയും ഇനി വെച്ചു പൊറുപ്പിക്കില്ലെന്ന് രാജ്യത്തെ യുവത്വം ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഭരണാധികാരികൾ എത്ര തന്നെ കള്ളക്കഥകൾ മെനഞ്ഞാലും പരീക്ഷ എഴുതിയ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലും ജനങ്ങളുടെ പിന്തുണയിലും മുന്നോട്ട് തന്നെ പോകുന്നതാണ്. ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ സംരക്ഷിക്കാനും പോലീസിൻ്റെ ദുരുപയോഗം തടയാനും ഈ പ്രക്ഷോഭം ഒരു വഴിത്തിരിവായി മാറുമെന്നതിൽ സംശയമില്ല.